ഈ പോലീസിൽ നിന്ന് എന്തൊക്കെ സഹായമാണ് അനൂപ് കിട്ടിയിട്ടുള്ളത്? അനൂപിന് ഇപ്പോൾ വിയൂർ പോലീസിനെ കുറിച്ച് പറഞ്ഞുവല്ലോ അനൂപ്, എന്ത് സഹായമാണ് അവർ ചെയ്തു തരുന്നത്? ഞാൻ വിയൂര് പോലീസ് സഹായിച്ചു എന്നല്ല പറഞ്ഞത്. ഓരോ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവരവരെ ഡ്യൂട്ടി ചെയ്യുന്നത് പറഞ്ഞാൽ മനസ്സിലായി. എന്നെ സഹായിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. അവർ ചെയ്യുന്ന അവരെ ഡ്യൂട്ടി അവർ കറക്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞാൽ മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ അവർ കൈക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വാധീനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ സത്യസന്ധമായി അവർ ജോലി എടുക്കുന്നു പറഞ്ഞാൽ മനസ്സിലായി. തൃശ്ശൂർ പോലീസ് എന്ന് പറഞ്ഞാൽ ഏത് ഗുണ്ടകൾ വേണമെന്ന് ചോദിച്ചോ, ഇടിച്ചു കൊണ്ട് നട്ടെല്ലാണ്ട് ഒടിക്കും, അമ്മയെ കാണിക്കും പറഞ്ഞാൽ മനസ്സിലായ. അതാണ് തൃശ്ശൂർ പോലീസ്. വേറെ പോലീസിനെ പറ്റി എനിക്കറിയില്ല പറഞ്ഞാൽ മനസ്സിലായി. പിന്നെ ഓരോ പാർട്ടിക്കാർ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഏത് ഗുണ്ടകളുടെ നട്ടണ്ട് ഒടിക്കും പറഞ്ഞാൽ മനസ്സിലായി. വെറുതെ FIR എൻ്റെ എഴുതി തരും, റിമാൻഡാണ് പറഞ്ഞത്. ഒന്നും ചെയ്യുന്നു വേണ്ട, ഗുണ്ടകളെ നിങ്ങൾ തന്നെയാണ് ആൾക്കാരാക്കണത് പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, 4 കസാര ഇടാണ്ട് ഒരു ചാനലിലാണ്ടിരിക്കുക പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങൾക്ക് എന്താണ് പണി? പണിയൊക്കെ പോയിട്ട് അനൂപിനെന്താണ് പണി? എൻ്റെ പണി ഞാൻ സാധാരണ കുടുംബത്തുമായി ജീവിക്കുകയാണ് പറഞ്ഞാൽ മനസ്സിലായ. നിങ്ങൾക്ക് ഇതല്ലാണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് ശമ്പളം കിട്ടുന്നു? നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, പണിക്ക് പോടോ. ആ പണിക്ക് തന്നെ പോയാണ് അനൂപ് ഗുണ്ടാപ്പണി എടുത്തിട്ട് ഇവിടെ വന്ന് തർക്കിക്കാൻ വരണ്ട. ഗുണ്ടാപ്പണി എടുത്തിട്ട് ഇവിടെ വന്ന് തർക്കിക്കാൻ വരണ്ട. അനൂപ് ഗുണ്ടാപ്പണി എടുത്തിട്ട് ഇവിടെ വന്ന് തർക്കിക്കാൻ വരണ്ട. അനൂപ് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ആ വക വർത്തമാനം ഇങ്ങോട്ട് പറയണ്ട അനൂപ്. ഓരോരുത്തരും ചെയ്യുന്ന ജോലി, ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളവും കൂലിയും വാങ്ങി തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാതെ ഗുണ്ടാപ്പണി ചെയ്തും തർക്ക പരിഹാരം നടത്തിയല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ആ പണിയൊന്നും പറയണ്ട, അതൊന്നും പറയണ്ട. അനൂപിന്റെ പണി എന്താ? ഞങ്ങൾക്കൊക്കെ പറയാനായിട്ട് ഒരു തൊഴിലുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ മദ്യംകുപ്പി കണ്ടിരുന്നോ? മദ്യംകുപ്പി നിങ്ങൾ തൊഴില് സത്യസത്യമായി ചെയ്യും. നിങ്ങൾ മദ്യംകുപ്പി കണ്ടിരുന്നോ? അല്ലെങ്കിൽ പിന്നെ അത് എന്താണെന്ന് എന്താണെന്ന് പറയാം അനൂപ്. ഞാൻ അനൂപിന്റെ മദ്യക്കുപ്പി കണ്ട കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ താങ്കൾ പറഞ്ഞൊരു വാചകമുണ്ട്, പരാതിക്കാരും തർക്ക പരിഹാരത്തിന് വേണ്ടി നിങ്ങളെ തേടി വരുന്നു എന്ന്. അതിന്റെ അർത്ഥം എന്താ? കേരളത്തിലെ പോലീസിനെ നിയമസംവിധാനത്തെ ഇത്തരം ഗുണ്ടകളെ തേടി വരുന്നത് പരാതി പരിഹരിക്കാൻ, തർക്കം പരിഹരിക്കാൻ. അനൂപാരാ? സ്ഥലത്തെ CAയോ SHOയോ ആരാ? ഇവിടുത്തെ പോലീസിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് ഗുണ്ടകളെ തേടി പോകുന്നത്. അനൂപ് പറയുന്നത് മദ്യക്കുപ്പി കണ്ടോ എന്നാണ്. അനൂപ് പറയുന്നത് മദ്യക്കുപ്പി കണ്ടോ എന്നാണ്. ഒരു കൊലക്കേസ് ഉൾപ്പെടെ ഉള്ള ആളെയാണ് പോലീസ് അവിടെ ചെന്ന് എത്തി നോക്കിയിട്ട് പോകുന്നത്. അതിനൊരു കുഴപ്പവുമില്ല, ഇല്ലേട്ടോ. എന്നിട്ട് ഇന്ന് വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യമോ അവിടെ മറ്റു ആളുകളും ഉണ്ടായിരുന്നുവല്ലോ, ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു, അവരുടെ കാര്യം മദ്യക്കുപ്പി ഒരു പക്ഷെ ആയിക്കോട്ടെ, അത് മദ്യക്കുപ്പി അല്ല എന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കാപ്പ ചുമത്തപ്പെട്ട ആളുകൾ, ലഹരി കേസുകളിലെ പ്രതികളടക്കം ആ സംഗമത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ന്യായീകരിക്കുകയാണ് അനൂപിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അനൂപ് തന്നെ സ്ഥാപിക്കുന്നുണ്ട് അനൂപ് ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന്, നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന്. മറ്റു തൊഴിലെടുത്തായിട്ട് വിവരമില്ല. പോലീസിന്റെ പട്ടികയിൽ, ഗുണ്ടാ പട്ടികയിലുള്ള വ്യക്തിയാണ് അനൂപ്. അല്ലാതെ വേറെ ആരും ചാർത്തി കൊടുത്തതല്ല, നമ്മളാരും ചാർത്തി കൊടുത്തതല്ല. അനൂപ് വെറുതെ ഇവിടെ കിടന്ന് ചൂടായിട്ട് കാര്യമില്ല. അനൂപ് മറ്റാരും ചാർത്തി തന്നതല്ലല്ലോ, പോലീസിന്റെ തന്നെ പട്ടികയിലുള്ള ആളല്ലേ? പോലീസിന്റെ പട്ടികയിലായാലും ഒരു മര്യാദക്കില്ലേ സാറേ? ഞാൻ പിന്നെ പറയണ മനസ്സിലായി, നമ്മളൊരു 4 കൊല്ലം ജയിലിൽ കിടന്നിട്ട് ഒരു സൈക്കാട്രി പേഷ്യൻ്റാണ് പറയാൻ മനസ്സിലായി. ഞാൻ അമലയിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ ഒരു ലഹരി ഒന്നും ഇല്ലാത്ത ആളാണ്. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ കാര്യങ്ങളായിട്ടും ഇല്ല. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് പറയാൻ മനസ്സിലായി, ഒരു മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്.